നായർ, ഇവിടെ നമ്മൾ വിളിക്കുന്ന അഖിലും ബിലീഷും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. രക്ഷപ്പെട്ടാൻ ഭാഗ്യം കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്. അവരുടെ കാര്യവും പോട്ടെ, തീരെ കുഞ്ഞുങ്ങളുടെ മരണം നേരിട്ട് കണ്ട് വാവിട്ട് നിലവിളിക്കുന്ന, അവരുടെ ജീവിതകാലത്തിൽ മൊത്തത്തിൽ പിന്നെ ആയുഷ്കാലം ബാക്കി എത്രയുണ്ടോ അക്കാലം അത്രയും നീർ ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുണ്ട്. ഒരുപാട് നായകടിയേറ്റ് വരുന്ന മാരകമായ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് സർ ഇപ്പോഴും ഈ മൃഗസ്നേഹം പറയാൻ പറ്റുക? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണേണ്ടത് സർക്കാരല്ലേ. മൃഗസ്നേഹം, ഈ മൃഗങ്ങൾക്ക് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗസ്നേഹികളല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളാണ് ഇവിടെ പ്രായോഗികമായിട്ടുള്ളത്. അത് ഞങ്ങൾ മൃഗസ്നേഹികൾ ആവശ്യപ്പെട്ടിട്ടല്ല. അത് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരമായിട്ട് ഉള്ള നിയമ സംവിധാനത്തിൽ നിന്നും ഉപദ്രവകാരികളെ കൂട്ടത്തോടെ പിടിച്ച് കൊന്നു കളയണം എന്ന് പറയാൻ നാക്ക് പൊങ്ങാത്ത എന്താണ്? ഇത്ര വേദന കാണുമ്പോഴും, ഇത്ര മരണങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ഒരു വയസ്സായ വൃദ്ധയെ ബലാത്സംഗം ചെയ്തു ആളെ പിടികൂടിയെന്ന്. നിങ്ങൾ എന്താ അത് പറയാത്തത്? അയാളെ ഈ ആഴ്ച തന്നെ 2-3 വൃദ്ധകളെയാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട് അടിമപ്പെട്ട ആളുകൾ ഉപദ്രവിക്കുന്നത്. പോലീസുണ്ട്, അവരെ പിടിച്ച് അകത്തിടുന്നുണ്ട്. പട്ടി കടിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോഴത്തെ എന്തൊക്കെ പറയാണോ ഇരുന്നു? പട്ടി മാത്രമല്ലല്ലോ കടിക്കുന്നുള്ളൂ, ആന കുത്തുന്നില്ലേ, പുലി കടിക്കുന്നില്ലേ, വാൽപ്പാറയിൽ ഒരു കൊച്ചിനെയല്ലേ കൊന്നത്, കരടിയല്ലേ കൊന്നത്. ഏഞ്ചൽസ്, ആ കരടിയെ കാക്കണമെന്നുള്ള നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വേദന മനുഷ്യന്റെ വേദന അല്ലല്ലോ. ഈ പട്ടിയുടെയും ഈ പൂച്ചയുടെയും ഈ കരടിയുടെയും ആനയുടെ ഒക്കെ വേദനയാണോ നിങ്ങളുടെ വേദനയാവുള്ളൂ? മനുഷ്യവിരുദ്ധരാവോ ഏഞ്ചൽസ് നായർ? നിങ്ങൾ ഈ പറയുന്നത് ഒരു പട്ടി, നിങ്ങളിപ്പോ ഈ അഖിൽ എന്ന് പറയുന്ന ആള് വീഴുന്ന ആ പട്ടി കഴുത്തിൽ ബെൽറ്റ് ഉള്ള ഒരു പട്ടിയാ. എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്ന പട്ടിയാണത്? എന്തുകൊണ്ട് ഇവരെ ഇറക്കി വിടരുത് എന്ന് നിങ്ങൾ പറയുന്നില്ല? ഈ കൊല്ലല് മാത്രമാണോ സൊല്യൂഷൻ? നിങ്ങൾ കഴിഞ്ഞ ഈ ഒരു സൊല്യൂഷൻ പറ. ലക്ഷക്കണക്കിന് പട്ടികളാണ് ഈ പട്ടികളെ കൊണ്ട് വന്ധ്യംകരിച്ച് തിരിച്ചവിടെ ഇറക്കിക്കൊണ്ട് വിടുക. ഈ വന്ധ്യംകരിക്കുന്ന പട്ടികൾ കടിക്കില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? സേഞ്ചൽസ് നായർ, താങ്കൾക്കും മക്കളുള്ള ആളല്ലേ? താങ്കൾ കുട്ടികളുള്ള ആളല്ലേ? പട്ടി കടിക്കാതിരിക്കാൻ ഇവിടെ കുട്ടികളെ കടിച്ചു കീറുക, ഓരോ മുഖമടക്കം വികൃതമാക്കുക, കടിച്ചു കൊല്ലുക, വാക്സിൻ എടുത്തിട്ട് എന്താണ് ഇവിടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുക. എന്നിട്ട് പട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നോ? ഈ വാക്സിൻ എന്തിനാണ്? ഈ വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് ഫ്രാൻസിലെ ലൂയി പാസ്റ്റർ 1865 കണ്ടുപിടിക്കുമ്പോൾ അന്ന് ആദ്യമായിട്ട് വന്ന ജോസഫ് മീസ്റ്റർ എന്ന് പറയുന്ന 7 വയസ്സുകാരൻ മരണത്തെ മുഖാമുഖം കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലുക പട്ടികൾ. കേരളത്തിലോട്ട് വാ, ഇവിടെ കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലുക പട്ടികൾ. ഇവിടെ കുഞ്ഞുങ്ങൾ അവരെന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ എന്താ ഈ ആളുകൾ മുഴുവൻ കൂടി ഫ്രാൻസിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിൽ ഈ പറയുന്നത് വളരെ മോശമാണ്. ഞാൻ സംസാരിക്കുന്നത് ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ കടിച്ചു കൊന്നു. അതിന് അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോഴും താങ്കൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല. പട്ടിക്ക് പിന്നാലെ പോകുന്ന എന്തിനാ? 4 കുട്ടികൾ സ്കൂൾ ബസ് ഇടിച്ച് മരിച്ചു. നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ലേ? അത് അപകടമാണ്. ഈ വർഷം 4 സ്കൂൾ കുട്ടികളെ, അത് അപകടമാണ്. ഇത് നിയന്ത്രിക്കാവുന്നതാണ്. ഈ പട്ടികളെ പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാവുന്നതാണ്. അത് അശ്രദ്ധയായിരുന്നു. അത് തീർത്തും അശ്രദ്ധയായിട്ടുള്ള 4 കുട്ടികളാ. ഒരാൾ മൊബൈൽ നോക്കിക്കൊണ്ടാ വണ്ടി ഓടിച്ചത്. എന്തേ നിങ്ങൾ ചാനൽ ചർച്ച നടത്താൻ? അതൊക്കെ ചർച്ച നടത്തുന്നതാണ്. അതുപോലെയാണ് പട്ടി. നിങ്ങൾ നടത്തിയില്ല. എന്റെ ഏഞ്ചൽസ് നായർ, നിങ്ങൾ പറയുന്നത് റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ അപകടം പോലെയാണോ? ഒരു പട്ടി ഒരു പ്രകോപനവും ഇല്ലാതെ കുഞ്ഞിനെ കടിച്ചു കയറി കൊല്ലുന്നത്? പട്ടി പ്രകോപനം ഇല്ലാതെ ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ പ്രകോപിപ്പിച്ചാലും കടിക്കും. വേറെ ആരെങ്കിലും പ്രകോപിച്ചിട്ട് പിന്നെ വരുന്ന കുട്ടികളെ ആയിരിക്കും കടിക്കാൻ പോകുന്നത്. അതറിയാം. ഇവിടെ ഒരു ടെക്നിക്ക് ഉണ്ട്, ഒരു സൈക്കോളജി ഉണ്ട്. ഈ കഴിഞ്ഞ വർഷം ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഈ വർഷം പെട്ടെന്ന് എങ്ങനെ പ്രശ്നം? ഈ വർഷമൊക്കെ പ്രതിസന്ധി ഉണ്ട്. ഇല്ല, കഴിഞ്ഞ വർഷം 3 ലക്ഷത്തിലധികം പേർക്ക് പട്ടികടിയേറ്റേ ഈ സംസ്ഥാനത്ത്. ഈ വർഷം ഇതുവരെ 2 ലക്ഷം ചിലവൻ ആൾക്കാരാ പട്ടികടിയേറ്റേ. എന്ത് പ്രതിസന്ധി ഇല്ലേ? ഇവിടെ പട്ടി കടിച്ച് മനുഷ്യന്മാരും ഇല്ല, എന്നിട്ട് വന്നിരുന്ന പട്ടിക്ക് വേണ്ടി വാദിക്കുക നാണമില്ലാതെ. ഞാൻ പട്ടിക്ക് വേണ്ടിയിട്ട് ആർക്കുവേണ്ടി വാദിക്കുക? പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കണോ? മനുഷ്യന് വേണ്ടി വാദിക്കണോ? ഞാൻ കാശ്മീർക്ക് മനുഷ്യന് വേണ്ടി വാദിക്കുക. മനുഷ്യന് വേണ്ടി വാദിക്കില്ല, മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ 10 വർഷമായിട്ട് മൃഗങ്ങൾക്ക്, ആനയ്ക്കും പുലിക്കും കടുവയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് പട്ടി കടിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ഒരു ചാനൽ ചർച്ച ഉണ്ടാവുള്ളൂ, ഈ വാക്സിൻ ചെലവാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ ക്രൈസിസ് കൂട്ടുക എന്നുള്ളത് ഈ മാധ്യമങ്ങളുടെ അടക്കമുള്ള പരിപാടിയാണ്.
നിങ്ങളുടെ പരിപാടി പട്ടി കടിക്കുന്നു, നിങ്ങൾ അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശ, ഈ പട്ടിക്ക് കടിക്കാൻ വേണ്ടിയുള്ള ഫുഡ് കൊടുക്കുക, മറ്റേ കൊടുക്കുക, പട്ടി പെരുകാനുള്ള എല്ലാ പരിപാടിയും നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഈ പട്ടി വന്ന് മനുഷ്യന്മാരെ കടിച്ചു കയറി കൊല്ലുക. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ചാനലാ പട്ടി ഉണ്ടാക്കുന്നത് പറയാ. ബാംഗ്ലൂരില് പട്ടിക്ക് തീറ്റ കൊടുക്കുക, പട്ടിക്ക് ചിക്കനും ചോറും കൊടുക്കുക, കാരണം കടിക്കാതിരിക്കാൻ. എന്നാ ഇവിടെ കുറച്ച് മട്ടൻ കൊടു പട്ടിക്ക്, പട്ടി കുറച്ചുകൂടെ കൊടുക്കട്ടെ, കടിക്കട്ടെ, കൊല്ലട്ടെ പിള്ളേരെ. നിങ്ങളുടെ പദ്ധതിയാണ്. ഏഞ്ചല് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പട്ടി ചെയ്തോലെ പറയോ? ഞങ്ങളെ പട്ടി കടിക്കില്ല. നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പട്ടി കടിച്ച് കുടഞ്ഞ ഇതുപോലെ പറയോ? ഈ വർത്താനം പറയോ? വീട്ടിലല്ല, എന്റെ നാട്ടിൽ കടിക്കില്ല. നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പട്ടി കടിച്ച് കുടഞ്ഞാൽ പട്ടി അല്ല, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു 4 വയസ്സുകാരൻ 5 വയസ്സുകാരൻ പട്ടി ഓടിച്ചു ഒന്ന് വിറച്ച് നിന്ന ഈ വർത്താനം പറയോ? ഇല്ല. ഒന്നാം വീട്ടിൽ ഉണ്ടാവണം, എന്നാലേ പഠിക്കൂ. ഉണ്ടാവാതിരിക്കട്ടെ. പട്ടിയുടെ പുറയല്ല ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ മാന്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു പട്ടി കടിക്കുന്നില്ല. എന്തുകൊണ്ട് കടിക്കുന്നില്ല? നിങ്ങൾ വന്ന് അന്വേഷിക്കുക. രായങ്കൽ പഞ്ചായത്തിൽ എന്തുകൊണ്ട് പട്ടി കടിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ അവിടെ വന്ന് അന്വേഷിക്കുക. ആരെ ഞങ്ങൾ പട്ടികളെ ഉപദ്രവിക്കുക, അതിന്റെ പുറകെ നടക്കാൻ അവിടെ സമയമില്ല ആളുകൾക്ക്. പട്ടികളെ ഇഷ്ടംമാതിരി പട്ടികളുണ്ട്, അത് ആരും കടിക്കുന്നില്ലല്ലോ.